ഖേദങ്ങളില്ലാതെ നഷ്ടപ്പെടാനും മനസ്സുള്ളവർക്കേ ധനികരാകാൻ കഴിയൂ. നിങ്ങൾ പല ദരിദ്രരോടും ചോദിച്ചു നോക്കൂ, നിങ്ങൾ എപ്പോഴെങ്കിലും പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്. അതിൽ ഭൂരിപക്ഷം പേരും പറയും, ഹേയ്, ഞാൻ ഒരിക്കലും പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ജോലി ചെയ്ത് അല്ലെങ്കിൽ കൂലി വേല ചെയ്ത് കിട്ടുന്ന പണം ഒരിക്കൽ പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ഒരു പോക്കറ്റ് അടിക്ക് പോലും ഇരയാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഉള്ളിൽ പോലും പോക്കറ്റ് വെച്ച് അങ്ങനെ സൂക്ഷിച്ചാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പണം നഷ്ടപ്പെടുത്തിയിട്ടേ ഇല്ല. എന്നിട്ട് ചോദിക്കൂ, ഇപ്പോൾ എന്തുണ്ട് ബാക്കി? എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട. ഉള്ള വീടാണെങ്കിൽ ജപ്തിയാകാൻ പോകുന്ന, ഒരുപാട് കടങ്ങളും ബാധ്യതകളും, ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ആകപ്പാടെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമാണ്. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ധനികനോട് ചോദിച്ചു നോക്കൂ, എപ്പോഴെങ്കിലും പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്. എല്ലാ ധനികരും ഒരേ സ്വരത്തിൽ പറയും, എന്തൊരു ചോദ്യമാണിത്, എത്രയോ പ്രാവശ്യം പണം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ആദ്യ സംരംഭം തന്നെ അത് പൊളിഞ്ഞു പോയി, മുഴുവൻ എമൗണ്ടും പോയി. അതിനുശേഷം അടുത്ത സംരംഭം തുടങ്ങിയപ്പോഴാണ് റിസഷൻ, മാന്ദ്യം വന്നത്. അപ്പോൾ എൻ്റെ പകുതി ആസ്തി തന്നെ നഷ്ടപ്പെട്ടു. മൂന്നാമതൊരിക്കൽ വീണ്ടും ഒരു അബദ്ധം പറ്റി, എൻ്റെ സ്വന്തം അബദ്ധം പറ്റി. അതിനകത്തും പകുതി കാശ് പോയി. പിന്നെ ഒരിക്കൽ പാർട്ണർ പറ്റിച്ചു പോയി. അങ്ങനെ കുറേ കാശ് നഷ്ടം വന്നു. അങ്ങനെ എത്രയോ പ്രാവശ്യം നഷ്ടം വന്നിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴെന്തുണ്ട് ബാക്കി? 500 കോടി ആസ്തി, 5 ഷോപ്പിംഗ് മാള്, 5 ബെൻസ്. പണം സമ്പാദിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് ആ യാത്രയിൽ പലപ്പോഴും പല പ്രാവശ്യം പല രീതിയിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. നഷ്ടപ്പെടുത്താതെ പണം സമ്പാദിക്കുക, വലിയ രീതിയിൽ സാമ്പത്തിക ഉയർച്ച നേടുക സാധ്യമേ അല്ല. നഷ്ടപ്പെടുത്താതെ നോക്കിയാൽ പണം സമ്പാദിക്കാൻ കഴിയില്ല. പണം സമ്പാദിക്കാൻ കഴിഞ്ഞാൽ പണം നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ടാകും. ഖേദങ്ങളില്ലാതെ നഷ്ടപ്പെടാനും മനസ്സുള്ളവർക്കേ ധനികനാകാൻ കഴിയൂ.